അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് 60-കാരിയായ ജലജ വർഗീസ്. ഇടുക്കി അടിമാലി ടൗണിന് സമീപം കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വാടക വീട്ടിൽ തനിച്ചാണ് ജലജയുടെ താമസം. വീടിനായുള്ള സർക്കാർ സഹായം വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപ്പായി കിട്ടിയിട്ടില്ലെന്നാണ് ജലജയുടെ പരാതി. 60-കാരിയായ ജലജ നിലവിൽ അടിമാലി ടൗണിന് സമീപം വാടക വീട്ടിലാണ് കഴിഞ്ഞുവരുന്നത്. നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജയുടെ ജീവിതം. പ്രളയ ദുരിതാശ്വാസ തുകയ്ക്ക് തനിക്ക് അർഹതയുണ്ടെന്ന് ജലജ പറയുന്നു. പ്രളയത്തിലുണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളിത്ര പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു. ചീഫ് മിനിസ്റ്റർക്ക് പൊതുജന പരാതി പരിഹാര സെല്ലിലേക്ക് ചീഫ് മിനിസ്റ്റർക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഞാൻ അയച്ചു. എനിക്ക് സ്വന്തമായി വാസയോഗ്യമായ ഒരു വീട് നൽകണം. ഞാൻ ഒറ്റയ്ക്കാണ്, അവിവാഹിതയായി ഞാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ എനിക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊണ്ട് അയച്ചിട്ടും അവിടുന്ന് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതായി ജലജ പറയുന്നു. ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് പറയത്തക്ക ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാനമാർഗമെന്നും തന്റെ നിസ്സഹായാവസ്ഥയ്ക്കും വീടെന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നാണ് ജലജയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.